മറാത്ത പാലസിൽ നിന്നിറങ്ങി നേരെ പോയത് തഞ്ചാവൂർ പെരിയ കോവിലിലേക്കാണ്. തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം, തഞ്ചാവൂർ പെരിയ കോവിൽ, രാജരാജേശ്വര ക്ഷേത്രം എന്നിങ്ങനെ പേരുകളിലാണ് ഈ അമ്പലം അറിയപ്പെടുന്നത്. ഏകദേശം 1,30,000 ടൺ ഗ്രാനൈറ്റ് കല്ലുകളാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നിഴൽ വീഴാത്ത അമ്പലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാരണം 216 അടി ഉയരമുള്ള പ്രധാന ഗോപുരത്തിൻ്റെ മുകളിലുള്ള താഴികക്കുടത്തിൻ്റെ നിഴൽ ഒരിക്കൽ പോലും നിലത്ത് വീഴാറില്ല. ഏകദേശം 90 ടൺ ഭാരമുള്ള ഒറ്റ കല്ലിലാണ് ഈ ഒരു പ്രധാന ഗോപുരത്തിൻ്റെ താഴികക്കുടം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് ഒരു വലിയ നന്ദി പ്രതിമയും അതേപോലെ ഗർഭഗൃഹത്തിൽ കൂറ്റൻ ശിവലിംഗവും പ്രതിഷ്ഠിച്ചിരിക്കുന്നുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളിൽ ഒന്നായ ഈ ഒരു ക്ഷേത്രം ചോള സാമ്രാജ്യത്തിൻ്റെ വാസ്തുവിദ്യാ മികവിനെ വിളിച്ചോതുന്ന ഒന്നാണ്. പകൽ ഈ ക്ഷേത്രം കാണുന്നതിനേക്കാൾ ഭംഗി രാത്രി കാണുന്നതാണ്. ചുറ്റും ലൈറ്റിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. തഞ്ചാവൂർ വിശേഷം കഴിഞ്ഞു. ഇനി നേരെ ചെട്ടിനാട്ടിലേക്ക്.